എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ ഇപ്പോൾ 32 ഗണപതി സങ്കല്പങ്ങളെ അധികരിച്ച് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വെബിനാറിൽ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന എല്ലാ സഹപാഠികൾക്കും അല്ലെങ്കിൽ ഇതുവരെ സംസാരിച്ച സഹപാഠികൾക്കും എൻ്റെ നമസ്കാരം. കൂടാതെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സജ്ജനങ്ങൾക്കും നമസ്കാരം. അത്യപൂർവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഇനി ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന ഈ തരത്തിലുള്ള 32 ഗണപതി സങ്കല്പങ്ങളിലുള്ള മഹായജ്ഞം ഒരു ചരിത്രമായി മാറട്ടെ എന്ന്, വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഗണപതി ഭഗവാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിത്യേന സംഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യുകയും നമ്മുടെയൊക്കെ ബുദ്ധിവികാസം, എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ല തുടക്കം, സാമൂഹികമായിട്ടും സാംസ്കാരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുമുള്ള അഭിവൃദ്ധി, കൂടാതെ സർവോപരി നമ്മുടെ ജീവിത വിജയത്തിനും അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള ഒരു സങ്കല്പമാണ് ഗണപതി. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും ഗണപതി ഹോമത്തോടു കൂടി തുടങ്ങുന്നത്. എനിക്കിവിടെ നിന്ന് തന്നിട്ടുള്ള വിഷയം ഗണപതി ഭഗവാന്റെ കൈകളിൽ ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അണിഞ്ഞിരിക്കുന്ന വിവിധതരം ആയുധങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വിവരണമാണ്. ഇതുവരെ സംസാരിക്കാൻ പോകുന്ന എല്ലാ സങ്കല്പങ്ങളിലും മൂർത്തികളുടെയും കൈകളിൽ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ കാണുന്നുണ്ട്. പലതും വളരെ സമാനമായിട്ടുള്ളതും എന്നാൽ കുറച്ച് മൂർത്തികൾക്ക് അല്ലെങ്കിൽ അതായത് ഗണപതി സങ്കല്പങ്ങൾക്ക് ചേരുന്ന വിധത്തിലുള്ള ആയുധങ്ങളായിട്ടാണ് കാണുന്നത്. എല്ലാം ഒരുപോലെയല്ല, പല സങ്കല്പങ്ങളിലും പല പല ആ ഗണപതിയുടെ പ്രത്യേകമായിട്ടുള്ള ഇതിനനുസരിച്ചുള്ള ആയുധങ്ങളാണ് കാണപ്പെടുന്നത്. ഇവിടെ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന കുറച്ച് ആയുധങ്ങളെ പറ്റി ആണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ 4 പ്രധാനപ്പെട്ട ആയുധങ്ങളാണ് കാണുന്നത്. ആയുധം എന്നുള്ള ഗണത്തിൽ കാണുന്നത് 4 എണ്ണമാണ്. മഴുവുണ്ടാവും, അങ്കുശം, പാശം അല്ലെങ്കിൽ കയറെന്ന് പറയുന്ന 3 എണ്ണമാണ് മെയിനായിട്ട് കാണുന്നത്. അതിൽ ഉയർത്തിപ്പിടിച്ച കൈകളിൽ മഴു, അങ്കുശം, ചരട് കൊണ്ടുണ്ടാക്കിയ ഒരു വളയം, അതായത് കയർ, പാശം എന്നും പറയും സംസ്കൃതത്തിൽ. മഴു എന്ന് പറയുന്നത് അജ്ഞാനമാകുന്ന കാടുകളും പടലുകളും ഈ പടലെല്ലാം വെട്ടിത്തെളിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രത്യേകമായ ആയുധമായിട്ടാണ് മഴുവിനെ കണക്കാക്കിയിട്ടുള്ളത്. അങ്കുശം അഥവാ തോട്ടി എന്നത് ആനകളെ നിയന്ത്രിച്ച് നിർത്താനും അവയുടെ ചലനങ്ങൾ നിയന്ത്രിച്ച് അവയെ നേർവഴിക്ക് നടത്താനും ഉപയോഗിക്കുന്നതാണ്. ആനകളെ നിയന്ത്രിക്കാനുള്ളതാണ് സാധാരണയായിട്ട് നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ആനയെ തോട്ടി കൊണ്ട് നിയന്ത്രിക്കുന്ന പോലെ ഭക്തൻ്റെ മനസ്സിനെയും നിയന്ത്രിച്ച് നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് കൊളുത്ത് എന്ന പ്രതീകം വിരൽ ചൂണ്ടാണ്. അതായത് ഒരു മനുഷ്യൻ തെറ്റായ വഴിയിലൂടെ നീങ്ങുമ്പോഴോ അല്ലെങ്കിൽ അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് അവരെ പിടിച്ചു നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ ഒരു തോട്ടി എന്നുള്ള ആയുധം കൊണ്ട് കാണിക്കുന്നത്. പിന്നുള്ളത് ഭക്തജനങ്ങൾ വല്ലാണ്ട് വഴി തെറ്റി പോകുമ്പോൾ അവരെ പിടിച്ചു കെട്ടി ഒരു കയർ കൊണ്ട് കെട്ടി നേർവഴിയിലൂടെ നയിക്കാൻ ആയിട്ടാണ് ഈ വളയം അല്ലെങ്കിൽ പാശം ഉപയോഗിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ തൃശൂലം കാണാറുണ്ട്. കുറച്ച് ഗണപതിക്ക് തൃശൂലം കാണാറുണ്ട്. തൃശൂലം സാധാരണയായിട്ട് ശിവഭഗവാനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണെങ്കിലും ചില സങ്കല്പങ്ങളിൽ ആയുധമായിട്ട് തൃശൂലം കണക്കാക്കുന്നുണ്ട്. തൃശൂലത്തിൻ്റെ ഉയർന്നു നിൽക്കുന്ന 3 നാമ്പുകൾ, ആ മൂർച്ചയുള്ള 3 നാമ്പുകൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ 3 ഗുണങ്ങളെയാണ് കാണിക്കുന്നത്. തൃശൂലം കൊണ്ട് ഗണപതി കാണിച്ചു വരുന്നത് ഈ 3 ഗുണങ്ങൾ കൊണ്ട് നമുക്ക് വന്ന് ചേരാവുന്ന പരിധികൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് അങ്ങനെ പറയാം. അതിനെ മറികടക്കാൻ വേണ്ടി നാം സ്വയം പ്രേരിപ്പിക്കപ്പെടുകയാണ്. നമ്മൾ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് സ്വയം പ്രേരിപ്പിക്കപ്പെടുന്നു എന്നാണ് ഈ തൃശൂലം കൊണ്ട് ഗണപതി നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ മുറിക്കൊമ്പ്, ഒരു കൊമ്പ് അല്ലെങ്കിൽ ദന്തം പകുതി മുറിഞ്ഞിട്ട് കയ്യിലുണ്ട് എന്നാണ് കാണപ്പെടുന്നത്. അതിനൊരു കഥയുണ്ട്. ഗണപതി ഐതിഹ്യപ്രകാരം പരശുരാമനാണ് ഗണപതിയുടെ കൊമ്പ് മുറിച്ചത്. ഈ ഐതിഹ്യത്തിന് പിന്നിലൊരു രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ശിവൻ
ഒരു അബ്രാഹ്മണ്യ ദേവനാണ്. എന്നാൽ പരശുരാമൻ തികച്ചും ഒരു ബ്രാഹ്മണ്യവാദിയും ആണ്. സാംസ്കാരികമായിട്ട് വിരുദ്ധ ധ്രുവങ്ങളിലാണ് ഇവർ നിലയുറപ്പിച്ചിട്ടുള്ളതെങ്കിലും ഒരു ഗുരുശിഷ്യ ബന്ധം ഇവർ തമ്മിൽ പുലർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പുലർത്തിയിരുന്നു. അനുവാദമില്ലാതെ ഒരു ദിവസം ശിവനെ കാണാൻ എത്തിയ പരശുരാമനെ ഒരിക്കൽ ഗണപതി തടഞ്ഞു. തൻ്റെ വ്യക്തിത്വത്തിന്മേലുള്ള ആത്മവിശ്വാസമാണ് ഗണപതിയെ അതിന് പ്രേരിപ്പിച്ചത്. കൊമ്പ് ഗണപതിയുടെ വ്യക്തിത്വത്തിൻ്റെ സൂചികയാണ്. അപ്പോൾ വ്യക്തിത്വത്തിൽ അഹന്ത പാടില്ല എന്നാണ് പരശുരാമൻ നടത്തിയ ദന്തഭഞ്ജനം. അങ്ങനെയാണ് ആ ഗണപതിയുടെ കൊമ്പ് മുറിഞ്ഞത്. പരശുവിൻ്റെ വെട്ടേറ്റിട്ടാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്, അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത് കഥ. ഇനി മുറിക്കുമ്പോണ്ട് മഹാഭാരതം കേട്ടെഴുതിയ ഗണപതി പരശുരാമൻ്റെ നിലപാടിനെ പുല്ലുപോലെ പുച്ഛിച്ച് തള്ളുകയും ചെയ്തു. അനാര്യ സംസ്കാരത്തിൻ്റെ പ്രചാരകനായിരിക്കെ തന്നെ ആര്യ സംസ്കാരത്തിനെ കൂടെ ഉൾക്കൊള്ളാൻ കൂടി ആയവനാണ് ഗണപതി. അതിൻ്റെ പ്രതീകഫല സൂചകമായും മുറിക്കൊമ്പിനെ വ്യാഖ്യാനിക്കാം. ഇനി വേറൊരു കഥയും ഉണ്ട്. ഗണപതി മുറിഞ്ഞ കൊമ്പിന് പിന്നിൽ മഹാഭാരതം എഴുതാൻ തുടങ്ങിയ സന്ദർഭത്തിൽ എഴുതാനായിട്ടൊരു എഴുത്താണിയില്ല എന്ന് മനസ്സിലാക്കിയ ഗണപതി തൻ്റെ സ്വന്തം കൊമ്പ് മുറിക്കുകയും മുറിക്കൊമ്പ് എഴുത്താണിയെ ഉപയോഗിച്ച് മഹാഭാരതം മുഴുവനായിട്ട് എഴുതി തീർത്തു എന്നൊരു കഥയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ സാധാരണ കണ്ടുവരുന്ന കുറച്ച് ഇതുള്ളത് മോദകം, വേദം പുസ്തകം, ഇടത് കയ്യിൽ മോദകം, വലത് കയ്യിൽ വേദം എന്നിവ ധരിച്ചിട്ടാണ് ഗണപതി ഇരിക്കുന്നതെന്നാണ് സാധാരണ സങ്കല്പം. പുസ്തകം വിശപ്പടക്കാൻ ആണ് ഉപയോഗിക്കുന്നത്. വേദങ്ങൾ വിജ്ഞാനദാഹം ശമിപ്പിക്കാനും ആയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. വിശപ്പ് ഭൗതികവും വിജ്ഞാനദാഹം ആത്മീയവുമാണ്. അങ്ങനെ വരുമ്പോൾ ഈ രണ്ടാവശ്യങ്ങളും സാധിച്ചെടുക്കേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കാണ് മോദകവും വേദങ്ങളും വിരൽ ചൂണ്ടുന്നത്. ഇതുകൂടാതെ ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മോദകം, വേദം എന്നൊക്കെ പറയുമ്പോൾ ആയുധമായിട്ട് കണക്കാക്കാൻ പറ്റുമറിയില്ല. അപ്പോൾ സാധാരണ ഒരു ആയുധങ്ങളെ കൂടാതെ പ്രത്യേക അവയവങ്ങൾ, വാഹനം, ഉപയോഗിക്കുന്ന വാഹനം, അതിനെപ്പറ്റിയും പറയാം. ആഭരണങ്ങൾ, ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളാവാം, അല്ലെങ്കിൽ കൈ പിടിച്ചിരിക്കുന്ന അക്ഷമാല, രുദ്രാക്ഷമാല പോലെയുള്ള ആഭരണം എന്നല്ല, ആയുധമായിട്ടാണോ കണക്കാക്കേണ്ടതെന്ന് വെച്ചില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അതിനെപ്പറ്റി ഒന്ന് പ്രതിപാദിക്കേണ്ട ഇവിടെ ആവശ്യമാണ് തോന്നുന്നു. ഗണപതിയുടെ കുടവയർ, ലംബോദരം. കുടവയർ ഭൗതിക സംതൃപ്തി കൈവരിക്കാനാവാതെ ആത്മീയ സംതൃപ്തി നേടാനാവില്ല. ഗണപതിയുടെ കുടവയർ ഭൗതിക സംതൃപ്തിയുടെ ഒരു പ്രത്യേക ചിഹ്നമാണെന്ന് മനസ്സിലാക്കാം. ധരിച്ചിരിക്കുന്ന കിരീടം, ഭരണാധികാരികൾക്ക് കിരീടം ധരിക്കാൻ അവകാശമുണ്ടല്ലോ. വിജ്ഞാന സാമ്രാട്ടിൻ്റെ കിരീടമാണ് ഗണപതി ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. ജ്ഞാന സാമ്രാജ്യത്തിലെ സർവാധിപതിയാണ് കിരീടം വെച്ച ഗണപതി. എലി എന്ന വാഹനത്തെപ്പറ്റിയും ഒരു ഇതുണ്ട്. സർവ്വസാധാരണമായിട്ട് ഗണപതിയുടെ വാഹനം എലിയാണെന്ന് കണക്കാക്കപ്പെടുന്നു. കയ്യിൽ മോദകം വഹിച്ച എലി, കയ്യിലൊരു മോദകം പിടിച്ചിട്ടുണ്ട്. എലിയുടെ പുറത്ത് കയറിയാണ് ഗണേശൻ്റെ സഞ്ചാരം. ഭൗതിക ജീവിതത്തിൻ്റെ അടിസ്ഥാനം ആഹാരമാണ്. ചെറുതും വലുതുമായ എല്ലാ ജീവികൾക്കും ആഹാരം കൂടിയേ തീരും. എലിയുടെയും ഗണേശൻ്റെയും കൈകളിലെ മോദകം ആ അനിവാര്യതയുടെ പ്രതീക സൂചകമാണ് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. പിന്നെ ഗജസമാനനായിട്ട് ഇത്രയും വലിയ ശരീരത്തിന് ഉള്ള ഗണപതിക്ക് വാഹനം ഒരു ചുണ്ടലി എന്ന് പറയുമ്പോൾ ആ ഒരു സങ്കല്പത്തിൻ്റെ ഹാസ്യാത്മകമായിട്ടുള്ള ഒരു ചിത്രീകരണം എന്താണ്? നിസ്സാരനായ ചുണ്ടലിക്ക് ഭീമാകാരനായ ഗണപതിയെ ചുമക്കാമെങ്കിൽ അഭൗമമായ ഒരു ശക്തി കൂടിയേ തീരൂ. ആഹാര സമ്പാദനത്തിനു വേണ്ടി വരുന്ന അധ്വാനത്തിൻ്റെയും ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെയും മൂല്യങ്ങൾ തമ്മിലുള്ള ഹാസ്യാത്മകമായ ഒരു പ്രതീക താരതമ്യമാണ് മൂർത്തി സങ്കല്പം നടത്തിയ കലാകാരൻ്റെ ഭാവനയിൽ വിരിഞ്ഞത് എന്നാണ് അത് കാണുമ്പോൾ തോന്നുന്നത്, മനസ്സിലാക്കുന്നത്. കാരണം അത്രയും ശക്തിയുള്ളൊരു ശരീരം, ഇത്രയും ചെറിയൊരു ചെറിയ എലി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭാവന വൈകൃതം, ഏതായാലും കലാകാരൻ്റെ ഭാവനകൾ അങ്ങനെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പീഠത്തിനെ പറ്റി പറയേണ്ടത്, താമര ാണ് അധികവും പീഠമായിട്ട് ഗണപതി ഇരിക്കുന്നത്. അതിനെപ്പറ്റിയും ഇവിടെ ചെറുതായിട്ടൊന്ന് പറയണം. താമര ഇതളിൻ്റെ ആകൃതിയിലുള്ള പീഠത്തിലാണ് ഗണപതി ഇരിക്കുന്നത്. ധ്യാനജന്യമായ ആധ്യാത്മജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് താമര. വിജ്ഞാനനിധിയായ ഒരു ഗുരുവിനല്ലാതെ മറ്റൊരാൾക്കും അതിലിരിക്കാൻ യോഗ്യതയില്ല. സാധാരണ ഭക്തന്മാർ
ഇത്രയും പറഞ്ഞ മേൽപ്പറഞ്ഞ രഹസ്യങ്ങളൊന്നും അറിയാണ്ടാണ് ഇപ്പോൾ സാധാരണയായിട്ട് ഒരു ഗണേശ പൂജ അല്ലെങ്കിൽ ഒരു ഗണപതി ഹോമം നടത്തുന്നത്. ഗണേശ സങ്കല്പത്തിൻ്റെ പിന്നിലുള്ള പ്രതീക രഹസ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗണേശ പൂജയുടെ അനിവാര്യത കുറച്ചുകൂടി നന്നാവും എന്ന്, അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് മനസ്സിലാക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതിന് അപ്പുറത്തും കുറേ വിശേഷങ്ങൾ ഗണപതിക്ക് പറയാനുണ്ട്. വില്ല്, ശരം, അക്ഷമാല, രുദ്രാക്ഷമാല, കരിമ്പ്, മാങ്ങ, കദളിപ്പഴം, ഇങ്ങനെയുള്ള ഫലങ്ങൾ, കൽപ്പലത പോലെയുള്ള വള്ളികൾ, ഇങ്ങനെ പലതരം സാധനങ്ങൾ കൈകളിൽ അണിഞ്ഞുകൊണ്ടുള്ള സങ്കല്പങ്ങളിൽ കാണാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ പറയാൻ പോകുന്ന സങ്കല്പങ്ങളിൽ അതെല്ലാം വരുന്നുണ്ട്. ഇവയെല്ലാം ഒരു ചുരുങ്ങിയ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ ചേർക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തൽക്കാലം ഇത്രയും പറഞ്ഞ് ഇതുവരെ എൻ്റെ വാക്കുകൾ ശ്രമിച്ചിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. നമസ്കാരം. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും, പ്രത്യേകിച്ച് സമാജം അംഗങ്ങൾക്കും നമസ്കാരം. ഗുരുനാഥനായ ഹരിയേട്ടനും ശ്രീരാമേട്ടനും നമസ്കാരം. എല്ലാ സഹപാഠികൾക്കും പിന്നീട് നമസ്കാരം. പിന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം അശ്വതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട ഗണപതിയെ കുറിച്ച് പറയാനാണ്. 27 നാളുകളിൽ ആദ്യത്തെ നാളായ അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട ഗണപതി ഭാവമാണ് ദ്വിജഗണപതി. ദ്വിജൻ എന്നാൽ 2 തവണ ജനിച്ച് എന്നാണ് അർത്ഥം. ദ്വിജൻ എന്ന് ബ്രാഹ്മണരെ വിളിക്കാറുണ്ട്. ഉപനയനത്തിന് മുന്നേ ഉള്ള ഒരു ജന്മവും ഉപനയനത്തിന് കഴിഞ്ഞ് ശേഷമുള്ള ജന്മവും ആയിട്ടാണ് അതിന് പറയുന്നത്. ഇപ്പൊ ദ്വിജഗണപതി ഒരു ബ്രഹ്മചാരിയായിട്ടാണ് കണക്കാക്കുന്നത്. ദ്വിജഗണപതിയെ ബ്രഹ്മാവിന് തുല്യമായിട്ടും പറയപ്പെടുന്നുണ്ട്. ദ്വിജഗണപതിയുടെ ഒരു ആകാരം നമ്മൾ എങ്ങനെയാണ് ഏകദേശം നോക്കുകയാണെങ്കിൽ, ദ്വിജഗണപതിക്ക് 4 കൈകളിലുണ്ട്. 4 കൈകളിലായിട്ട് പുസ്തകം, അക്ഷമാല, യോഗദണ്ഡ്, ഐശ്വര്യകരമായ കമണ്ഡലം എന്നിവ ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ശിരസ്സോട് കൂടിയ രൂപമാണ് ദ്വിജഗണപതിയുടേത്. ചന്ദ്രന്റെ നിറം ഉള്ളവനാണ്. ദ്വിജഗണപതി ഒരു ബ്രഹ്മചാരിയാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഒരു വലിയ ശരീരത്തോട് കൂടിയവനും യജ്ഞോപവീതധാരിയും ബ്രഹ്മജ്ഞാന സ്വരൂപനും ആണ്. ജ്ഞാനം, അറിവ്, പ്രബുദ്ധത എന്നിവയുടെ പ്രതീകമായിട്ടും കണക്കാക്കപ്പെടുന്നു. ഭക്തരിൽ ജ്ഞാനം, അറിവ്, പ്രബുദ്ധത എന്നിവ നൽകി ഒരു 2ാം ജന്മം നൽകി അനുഗ്രഹിക്കുന്നു. ഈ 2ാം ജന്മത്തിലൂടെ ആന്തരിക സാധ്യതകളെ ഉണർത്തി സ്വയം കണ്ടെത്തലിന്റെയും മാറ്റത്തിന്റെയും ആയ ഒരു ആത്മീയ യാത്ര തുടങ്ങാൻ സഹായിക്കുന്നു. ഭക്തരിൽ ആത്മീയ ഉൾക്കാഴ്ച ഉണ്ടാക്കി ധർമ്മിഷ്ഠവും പൂർണ്ണവുമായ ഒരു ജീവിതം നയിക്കാൻ ആവശ്യമായ നന്മകളെ വളർത്തുന്നു. അങ്ങനെ ഭക്തരെ ഒരു 2ാം ജന്മത്തിലേക്ക് നയിക്കുന്നു. ലൗകിക ജീവിതം സഫലമാക്കാൻ ദ്വിജഗണപതി ആരാധന സഹായിക്കുന്നു. മഹാരാഷ്ട്രയിലെ പാലിയിലുള്ള ബല്ലാലേശ്വർ ക്ഷേത്രത്തിൽ ദ്വിജഗണപതി പ്രതിഷ്ഠ ഉണ്ട്. അത് മാത്രമാണ് ദ്വിജഗണപതി പ്രതിഷ്ഠയായിട്ട് അറിവിലുള്ളൂ. ദ്വിജഗണപതിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പല അമ്പലങ്ങളുണ്ടെങ്കിലും പ്രതിഷ്ഠയായിട്ട് മഹാരാഷ്ട്രയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയപ്രകാശ് നിലവന. ശ്രീ ഗുരുഭ്യോ നമഃ. ഇതുവരെ നമുക്ക് എല്ലാ വിജ്ഞാനങ്ങളും പകർന്നു തന്ന ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യാപകൻ ശ്രീ ഏറാഞ്ചേരി ഹരിയേട്ടൻ, ശ്രീരാമേട്ടൻ, ഇതുവരെ നമ്മളെ പ്ലാറ്റ്ഫോമിൽ വന്നെത്തിച്ചേർന്ന് വിജ്ഞാനം പകർന്നു തന്ന നമ്മുടെ ഗുരുനാഥന്മാർ, പല വിഷയങ്ങളിലായിട്ട് അറിവുകൾ പകർന്നു തന്ന ഗുരുനാഥന്മാർ,
അതുപോലെ ഈ പ്ലാറ്റ്ഫോമിനെ ഇത്രയും വളർത്തിയ സഹപാഠികൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം 32 ഗണപതിമാരിൽ 7ാം സ്ഥാനം അലങ്കരിക്കുന്ന സിദ്ധഗണപതി എന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, ഏതൊരു നല്ല കാര്യത്തിൻ്റെയും തുടക്കത്തിൽ ഗണപതിയെ പൂജിച്ചാണ് എല്ലാവരും വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ട ഒരു ദൈവമാണ് ഗണപതി. ശൈവാരാധന, വൈഷ്ണവാരാധന, ശാക്തേയ ആരാധന, അങ്ങനെയുള്ള 6 തരത്തിലുള്ള ആരാധനാ രീതികളിൽ ഒന്നാണ് ഗാണപത്യം. ഈ ഗാണപത്യത്തിൽ ലോകത്തിലെല്ലാ സ്ഥലത്തും ഈ ഗണപതിയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ചൈനയിൽ ചിലർ ഹുവാൻ ഷി ടിയാൻ എന്ന വലിയ വയറുള്ളവൻ എന്ന രീതിയിൽ ആരാധിക്കുന്നു. കംബോഡിയക്കാർ പ്രാഗ് ഹെനസിൻ എന്ന പേരിൽ ആരാധിക്കുന്നു. റോമക്കാർ ജാനസ് എന്ന പേരിൽ വിളിക്കുന്നു. ഈ റോമക്കാർ പുതിയ സംരംഭം തുടങ്ങുമ്പോഴൊക്കെ ഈ ഗണപതി ജാനസ് എന്ന ദേവന്റെ അനുഗ്രഹം വായിച്ചിട്ടാണ് അവരെല്ലാ പ്രോഗ്രാമുകളും തുടങ്ങുന്നത്. ഒരു തരത്തിൽ പറയുന്നു, ഗണേശാരാധന ബോധത്തെ പ്രകാശിപ്പിക്കുന്നതിൽ ഏറ്റവും ഫലപ്രദമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശൈവരും വൈഷ്ണവരും ജൈനരും ബുദ്ധരും അദ്ദേഹത്തെ ആരാധിക്കുന്നതായിട്ട് പലപ്പോഴും കാണാം. അപ്പം ഈ സിദ്ധഗണപതി എന്നതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുമ്പോൾ, സിദ്ധം എന്ന് പറയുമ്പോൾ ലഭിക്കുക, കിട്ടുക, വിജയിക്കുക, അല്ലെങ്കിൽ നേട്ടം എന്നൊക്കെ പറയാം. എല്ലാ ഗണപതികൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട്. ചില സ്ഥലത്ത് നൃത്തത്തിലുള്ള ആളെ കാണാം, ചില സ്ഥലത്ത് അങ്ങനെ ഓരോ രൂപമായിട്ടുള്ള ഗണപതികളെ നമുക്ക് ദർശിക്കാൻ കഴിയും. ഇവിടെ നമുക്ക് ഈ ഗണപതിയുടെ പക്വചൂതഫല പുഷ്പമഞ്ജരി ചേക്ഷുതണ്ഡ തിലമോദകൈ സഹ ഉദ്ദുഹൻ പരശുമസ്തു തേ നമ ശ്രീ സമുദ്ധിയുത ഹേമ പിംഗല എന്ന 2 കൈയിൽ മാമ്പഴത്തോടുകൂടി പൂവിൻ്റെ ഒരു കെട്ട് തന്നെ, പൂവിൻ്റെ ഒരു കെട്ട്, പൂങ്കുല, കരിമ്പിൻ തണ്ട്, അതുപോലെ എള്ളുണ്ട അല്ലെങ്കിൽ എള്ള് മോദകവുമായിട്ട് ഉള്ള ഒരു രൂപത്തിൽ മഴു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആയിരിക്കുന്ന ഒരു സ്വരൂപത്തിലാണ് ഈ സിദ്ധഗണപതി പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ ഐശ്വര്യത്തോടുകൂടി സ്വർണ്ണ നിറം തന്നെയാണ് ഒരുവിധം എല്ലാ ഗണപതിയുടെ രൂപത്തിൽ പറയുന്നത്. സ്വർണ്ണ നിറത്തോടു കൂടിയ അങ്ങയെ ഞങ്ങൾ ധ്യാനിക്കട്ടെ എന്നാണ് ഈ ഒരു ധ്യാനത്തിലൂടെ നമ്മൾ ഈ ഗണപതി രൂപത്തെ നമ്മൾ ദർശിക്കുന്നത്. ഈ ഒരു രൂപം തിരുവനന്തപുരത്തെ പഴവങ്ങാടി അമ്പലത്തിൽ ചിത്രരൂപേണ നമുക്ക് കാണാൻ കഴിയും. മുംബൈയിലെ, നേരത്തെ നമ്മളെ അജിത് വാസട്ടും പറഞ്ഞതുപോലെ, മുംബൈയിലെ പ്രസിദ്ധമായ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ഇത് പ്രതിഷ്ഠയായിട്ട് തന്നെ ഉണ്ട്. ന്യൂഡൽഹിയിലുണ്ട് സിദ്ധിവിനായക ക്ഷേത്രം. അതിലുപരി സർവോപരി മഹാരാഷ്ട്രക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദൈവമാണ് ഗണപതി സങ്കല്പം. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഗണേശ ക്ഷേത്രം എന്ന് പറയുന്നത് ട്രിച്ചിയിലെ ഉച്ചിപ്പിള്ളയാർ കോവിൽ എന്ന അമ്പലമാണ്. ഇതിന് ഈ സിദ്ധി ഗണപതിയെ ആരാധിക്കുന്നതിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു അപൂർവവും സമാനതകളില്ലാത്തതുമായ 8 സാർവത്രിക നേട്ടങ്ങളെ, അഭീഷ്ട സിദ്ധികളുടെ കലവറയാണെന്ന് പറയപ്പെടുന്നു. ഇപ്പം എല്ലാ തരത്തിലും വിജയിപ്പിക്കാൻ കഴിവുള്ള ഒരു ഗണപതിയായി ഈ സിദ്ധി ഗണപതിയെ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം ഈ ഉദ്യമത്തിൽ പങ്കെടുക്കുന്ന, ഇനി 28-ാം തീയതി പങ്കെടുക്കാൻ പോകുന്ന എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുന്നു എന്ന് വിചാരിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ള എല്ലാ ഗുരുജനങ്ങൾക്കും, ഹരിയേട്ടനും ശ്രീരാമേട്ടനും എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കിട്ടിയ വിഷയം ഉച്ഛിഷ്ട ഗണപതിയാണ്. കാർത്തിക നക്ഷത്രമായി ബന്ധപ്പെട്ട്, ആരാധനയായി ബന്ധപ്പെട്ട ഗണപതിയാണ് ഉച്ഛിഷ്ട ഗണപതി. ധ്യാനമന്ത്രം, അങ്ങനെ മന്ത്രങ്ങളൊന്നും ചൊല്ലുന്നില്ല. എന്നാലും ആ ഒരു രൂപത്തെ, ധ്യാനത്തിലുള്ള രൂപത്തെ വർണ്ണിക്കാം. ഈ ഗണപതി ചുവന്ന നിറത്തിലാണ് പറയുന്നത്. ചുവന്ന നിറത്തിലുള്ള ഗണപതിയാണ്. 4 കൈകളുണ്ട് ഗണപതിക്ക്. 4 കൈകളിലും പാശാങ്കുശവും
മോദക മോദക പാത്രദന്തവും എന്നാണ് പറഞ്ഞത്. പാശം, അങ്കുശം, മോദകപാത്രം, ദന്തം, ഇങ്ങനെ 4 ആയുധങ്ങളാണ് ഈ ഗണപതി ധരിച്ചിരിക്കുന്നത്. താമരയിലാണ് ഈ ഗണപതി സ്ഥിതി ചെയ്യുന്നത്. ഉന്മത്ത ഭാവത്തിലുള്ള ഗണപതിയാണ് എന്നാണ് ഉച്ഛിഷ്ട ഗണപതിയെ കുറിച്ച് പറയുന്നത്. ജീവിത വിജയം, കർമ്മരംഗങ്ങളിലെ ഉയർച്ച, ഇതൊക്കെയാണ് ഈ ഗണപതി ഭാവത്തെ ഉപാസിക്കുന്നവർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്നാണ് പറയണത്. അത് മാത്രല്ല, പ്രധാനമായിട്ട് പറയുന്ന കാര്യം, ഈ ദേവനെ ഉപാസിക്കുന്നവർ പ്രത്യേകിച്ച് ഭഗവാനോട് ഒന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എന്താണോ സാധകന് ആവശ്യമായത് അത് നൽകാൻ പ്രാപ്തനാണ് ഈ ഉച്ഛിഷ്ട ഗണപതി എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ഉപാസകന്റെ സഞ്ചിത കർമ്മങ്ങളെ സഞ്ചിതം, ആഗാമി, പ്രാരബ്ധം എന്നൊക്കെ തിരിക്കും. അതിലെ സഞ്ചിത കർമ്മങ്ങളെ, അതാണ് തുടർന്നുള്ള ഏത് രീതിയിലുള്ള ജീവൻ എടുക്കണം, ഏത് തുടർന്നുള്ള ജീവിതങ്ങളെയൊക്കെ നിശ്ചയിക്കുന്നത് സഞ്ചിത കർമ്മങ്ങളാണ്. അപ്പൊ ഈ സഞ്ചിത കർമ്മങ്ങളെ ഇല്ലാതാക്കാൻ പ്രാപ്തമാണ് ഉച്ഛിഷ്ട ഗണപതി ഉപാസന എന്നാണ് പറയണത്. അതായത് ബ്രഹ്മസാക്ഷാത്കാരം ലക്ഷ്യമാക്കി സാധന ചെയ്യുന്നവർക്ക് അനുയോജ്യമാണ് ഉച്ഛിഷ്ട ഗണപതി സാധന എന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളിയാവാൻ സാധിച്ചതിൽ അനുഗ്രഹീതനായി കരുതുന്നു. എല്ലാവർക്കും നമസ്കാരം. കാർത്തിക പേരാരും ഇല്ലെങ്കിൽ അടുത്ത ആള് തുടങ്ങാം. രോഹിണി. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശങ്കരനാരായണൻ. എൻ്റെ നക്ഷത്രവും കാർത്തിക തന്നെയാണ്, ഉച്ഛിഷ്ട ഗണപതി തന്നെയാണ്. ഇപ്പോൾ സുധേവട്ടൻ പറഞ്ഞത് ഒക്കെ ഒരു ഇത് തന്നെയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു. എന്നാലും അതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം തന്നെ എല്ലാ ഗുരുനാഥന്മാർക്കും പൂജാപഠനം എൻ്റെ സഹപാഠികൾക്കും എല്ലാവർക്കും നമസ്കാരം. ഗണപതിയുടെ 32 ഭാവങ്ങളിൽ 8ാമത്തായിട്ട് വരുന്നതാണ് ഉച്ഛിഷ്ട ഗണപതി. ഇത് ഈ വാമാചാരത്തിലാണ് ഈ ഉച്ഛിഷ്ട ഗണപതിയെ കൂടുതലായിട്ടും ആരാധിച്ചു വരുന്നതായിട്ട് പറയപ്പെടുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് 4 കൈകളാണെന്നും പറയുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ 6 കൈകളാണെന്നും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് പറഞ്ഞു തന്നതിൽ 4 കൈകളാണ്. 4 കൈകളിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്നത് മാതള നാരങ്ങ, പിന്നെ നീലത്താമര, നെൽക്കതിര് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ പ്രധാനമായിട്ട് കാണപ്പെടുന്നു. ഇദ്ദേഹം അതായത് നമ്മൾ എങ്ങനെ പൂജകൾ അല്ലെങ്കിൽ ഹോമങ്ങൾ നമ്മൾ ഇപ്പോൾ നമുക്ക് അറിയാണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ട് അറിഞ്ഞ് ചെയ്യുന്നതും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അറിയാതെ ചെയ്യുന്നതായാലും അദ്ദേഹം ഇഷ്ടപ്പെട്ട് വരുന്നു. പിന്നെ ഇത് ഈ മാന്ത്രികമായിട്ട് ചെയ്യുന്ന അതിനൊക്കെ നിന്നും മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ കൂടുതലായിട്ടും ആരാധിച്ച് വരുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ക്ഷേത്രം വന്നിട്ട് കുംഭകോണത്തിനടുത്തുള്ള അക്ഷയാനന്ദ സ്വാമി ക്ഷേത്രത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഇദ്ദേഹത്തിനെ ആരാധിച്ചാൽ സമ്പദ് സമൃദ്ധി, സന്താനലബ്ധി, പിന്നെ അങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള അഭിവൃദ്ധികളും കിട്ടുവാൻ നമുക്ക് ലഭിക്കുവാൻ ഇദ്ദേഹത്തിനെ ആരാധിച്ചാൽ സാധ്യമാകും. ഇത്രയൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം.
രോഹിണി പറയാം. രോഹിണി ആരും ഇല്ലെങ്കിൽ മകീര്യം തുടങ്ങാം, സമയം കളയണ്ട. രോഹിണിയും മകീരിയും ഇല്ലെങ്കിൽ അടുത്ത തുടങ്ങാം. തിരുവാതിര. പുണർദം. പൂയം. ആയില്യം. ചേട്ടാ നമസ്കാരം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം, തുടങ്ങിക്കോളൂ. എൻ്റെ പേര് ഷൈജു എന്നാണ്. ഇല്ല പേര് ചേലോട്, കുറ്റിയാടിയാണ്. ഞാൻ താമസം താമരശ്ശേരി. എൻ്റെ ഹോമം വിജയഗണപതി ഹോമാണ് കഴിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നോക്കി മനസ്സിലാക്കിയപ്പോൾ ഒന്നിവിടെ വിശദീകരിക്കാം. എല്ലാ ഗുരുനാഥന്മാർക്കും നമസ്കാരം. വിജയഗണപതി എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ഒരു ഗണപതിയിട്ട വിജയഗണപതിനെ സൂചിപ്പിക്കുന്നതാണ്. ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന ഇത്രയും സൗന്ദര്യവനായ ഒരാളാണ് വിജയഗണപതി എന്നാണ് പറയുന്നത്. 4 കൈകളിൽ മാമ്പഴം, കുരുക്ക്, കേടായ കൊമ്പ്, ആനകോട്, ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ പാശാങ്കുശം, കയറ്, തോട്ടി എന്നിവ എല്ലാം ഉള്ള ആളാണ്. സ്വതന്ത്രാമ്രം. സ്വതന്ത്രാമ്രം എന്ന് പറഞ്ഞാൽ തൻ്റെ കൊമ്പ്. പിന്നെ ഫലവാനാകുവാഹന, എലി ഉള്ള എലി. ഗണപതിക്ക് പൊതുവെ എലി എന്ന് പറയും. ഈ വിജയഗണപതിക്ക് പ്രത്യേകിച്ച് എലിയാണ്. എല്ലാ ഗണപതിമാരെയും വാഹനം എലിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. വിജയഗണപതിയുടെ വാഹനം എലിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഗണപതിനെയാണ് നമ്മൾ ഏറെ പ്രാധാന്യം. ഈ എല്ലാ വിജയത്തിന്റെയും പ്രാധാന്യം വിജയഗണപതിക്ക് ഉണ്ടെന്നാണ്. ഇന്നത്തെ ദിവസത്തിന് തന്നെ ഏറെ പ്രാധാന്യം ഉണ്ട്. സാധ്യതയും കിട്ടിയ തന്നെ ഒരു വിജയമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ഗണപതിക്ക് ഒരു പ്രത്യേകത വിജയഗണപതിക്ക് തന്നെയാണെന്ന് എനിക്കിപ്പം തോന്നുന്നത്. അത് ഞാൻ ഈ കൂട്ടത്തിൽ കൂട്ടിച്ചേർച്ചയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ആളാണ് ഗണപതി. എല്ലാ കാര്യത്തിലും നമുക്ക് ഗണപതിനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് വിജയ ഗണപതി. ഈ മാമ്പഴം സമൃദ്ധിയുടെ ആയി ബന്ധപ്പെട്ടതാണ് ഈ മാമ്പഴം കയ്യിലുള്ളത്. അതേപോലെ കുരുക്ക്, നമ്മളെ ഏത് കാര്യത്തിലും കുരുക്ക് നിന്ന് ഊരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു ഗണപതിയാണ് വിജയ ഗണപതി. എല്ലാ പ്രതിബന്ധങ്ങളെയും നമ്മൾ ആസ്പദമാക്കി അതിജീവിക്കാൻ കേടായ എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും നമുക്ക് വിജയ ഗണപതിക്ക് ഏറെ പങ്ക് വഹിക്കുന്നുണ്ട്. ജീവിത വിജയത്തിന്, കർമ്മദോഷത്തിന് എല്ലാം, ഐശ്വര്യത്തിനും സമ്പത്തിനും എല്ലാം നേടാൻ നമുക്ക് വിജയ ഗണപതി പ്രാധാന്യം ഏറെ കൊടുക്കുന്നുണ്ട്. ഈ വിജയ ഗണപതിനെ നമുക്ക് ഏറെ സന്തോഷിപ്പിക്കാൻ ഈ ധ്യാനം തന്നെ പ്രത്യേകം പറയുന്നുണ്ട്. ഈ ധ്യാനം ചെല്ലിയാൽ തന്നെ ഈ ഗണപതിക്ക് സന്തോഷം കൂടും എന്നാണ് ഇതിൽ പറയുന്നത്. ആ ധ്യാനം ഒന്ന് ഞാൻ ഇവിടെ ചൊല്ലാം. പാശാങ്കുശ
സ്വതന്ത്രാമ്ര ഫലവാനാകുവാഹന വിഘ്നം നിഹന്തു ന സർവം രക്തവർണോ വിനായക. ഇതാണ് ഇതിന്റെ ധ്യാനം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കുറച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ. അത് ഞാൻ ഇവിടെ നിന്ന് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. തെറ്റിന്റെ ക്ഷമിക്കുക എല്ലാ ആൾക്കാരും. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം. ആയില്യം വരെയുള്ള നക്ഷത്രത്തില് വേറെ ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ, തയ്യാറായിട്ടുണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ മകത്തിന്റെ ആളെ തുടങ്ങാം. നമസ്കാരം. മകത്തിന് നൃത്തഗണപതിയാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ ഗണപതിയുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം ജനനം കൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം അശ്വതി മകം മൂലം ഈ നക്ഷത്രക്കാരുടെ ദശാനാഥം കൂടിയാണ് ഗണപതി. അപ്പോൾ ഈ നക്ഷത്രക്കാരുടെ പ്രധാന ആരാധനാമൂർത്തി ഗണപതിയാണ് വരിക. അതുകൂടാതെ മറ്റു നക്ഷത്രക്കാർക്കും കേതു ദശ വരുന്ന കാലയളവിൽ ഗണപതിയെ നിർബന്ധമായും ഭജിക്കേണ്ടതാണ്. പൊതുവെ ഗുരു, ഗണപതി, സരസ്വതി ഈ ദേവതകളെല്ലാം അനുഗ്രഹ കലകളോട് കൂടിയിട്ടാണ് വർത്തിക്കുന്നത്. അതുകൂടാതെ ഈ പ്രത്യേകിച്ചും നൃത്തഗണപതി എന്ന സങ്കല്പത്തിൽ ഗണപതി വളരെ സന്തോഷവാനായിട്ടും അനുഗ്രഹശക്തി വളരെയധികം ഉള്ള ആളായിട്ടാണ് നിലകൊള്ളുന്നത്. പഴയ രാജകൊട്ടാരങ്ങളിൽ സംഗീത സദസ്സുകളിലെല്ലാം ഈ ഗണപതിയുടെ ചിത്രങ്ങൾ വരച്ചു തൂക്കാറുണ്ടായിരുന്നു. ഗണപതിയുടെ സ്ഥാനം, അതായത് മൂലാധാരത്തിൽ തുടങ്ങി സഹസ്രാരപത്മത്തിൽ അവസാനിക്കുന്ന ചിന്താവാക്ക് പ്രവൃത്തിയുടെ ഉത്ഭവസ്ഥാനമായ മൂലാധാരത്തിൽ ഈ ഗണപതിയെ നമ്മൾ സങ്കല്പിക്കുന്നു. നമ്മുടെ ചിന്തയുടെ, വാക്കിൻ്റെ, പ്രവൃത്തിയുടെ എല്ലാം ഒരു സംയോജനം ഈ ഗണപതിനെ ഉപാസിക്കുന്നതിലൂടെ നമുക്ക് ഏകീകരിച്ച് കൊണ്ടുപോകാനും ആയുധങ്ങളെക്കാൾ ഉപരി നമുക്ക് നമ്മുടെ ചിന്ത കൊണ്ട് തന്നെ വിജയം കൈവരിക്കാനും ഉള്ള ഏറ്റവും ശക്തമായ ഒരു ദേവതാ സങ്കല്പം കൂടിയാണ് ഗണപതി. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഗണപതിയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇല്ലത്തെ എല്ലാ ദിവസവും ഗണപതി ഹോമം കഴിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ചെറിയ കുട്ടിക്കാലത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള ശിക്ഷ ഗണപതി ഹോമം കഴിയുന്നവരെ ഏത്തുവിടുക എന്നതുള്ളതായിരുന്നു. പിന്നീട് അത് എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന പോലെ ഞങ്ങളത് ചെറിയ കുട്ടികൾ തന്നെ അങ്ങനെ ഒരു ഗണപതിക്ക് ഇത്ര ഏത്തുവിടാമെന്നുള്ള പ്രാർത്ഥന പോലെ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അച്ഛൻ്റെ കാലശേഷവും ഇന്നും ബുധനും വെള്ളിയും മുടങ്ങാതെ ഗണപതി ഹോമം കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ 32 ഗണപതി സങ്കല്പത്തിലുള്ള ഏറ്റവും മഹത്തായ ഒരു കർമ്മം എൻ്റെ ഇല്ലത്തിൻ്റെ അടുത്ത് ഒരു 10 കിലോമീറ്ററിന് അകത്ത് തന്നെ വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ സംഗതിയാണ്. അതിൽ പങ്കെടുക്കാനും അതിനു വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കണമെന്നും മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വളരെ സന്തോഷം ഉണ്ണികൃഷ്ണ. റെക്കോർഡ് ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യാം. മകം കഴിഞ്ഞ് മകം വരെയുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ